മോഹൻദാസ് എന്ന പാറശ്ശേരി മോഹനൻ. ആനക്കാരുടെ നാട്. അങ്ങനെ ഒരു നാടുണ്ടോ? എന്നാലുണ്ട്. ആനക്കാർക്ക് വേണ്ടി മാത്രമായൊരു നാട്. ഒരുപക്ഷെ നമുക്ക് അതിശയം തോന്നിയേക്കാം. ആനക്കാർക്കും ഒരു നാട്. വമ്പുള്ള കൊമ്പന്മാരെ കൊമ്പിൽ പിടിച്ച് വഴി നടത്താൻ അതൊരു കഴിവ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആനക്കാരെ കേരളത്തിന് സമ്മാനിച്ചൊരു കരിമ്പനങ്ങളുടെ നാട്. നിരവധി ആനകളെ കൊണ്ട് അറിയപ്പെടുന്ന നാട്. അതുപോലെ തന്നെ ആനക്കാരുടെ കഴിവും മിടുക്കും കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന നാടാണ് പാലക്കാട് ജില്ലയിലെ പാറശ്ശേരി എന്ന ഗ്രാമം. അവിടെ ഒരു ചെറിയ ആനക്കാരൻ്റെ ചെറിയ കഥ. ചെറുപ്പകാലത്ത് ആനയോടുള്ള സ്നേഹം കൊണ്ടും കൗതുകം കൊണ്ടും ആനപ്പണിക്കിറങ്ങിയ പാറശ്ശേരിക്കാരൻ, അതെ, മോഹനൻ എന്ന മോഹൻദാസേട്ടൻ. ആനയുടെ ചൂടും ചൂരും മനസ്സിലാക്കി വഴി നടത്തുന്ന ചട്ടക്കാരിൽ ഒരാൾ. കുറെ കാലം ഒരാനയ്ക്ക് തന്നെ ചട്ടക്കാരനായി ജീവിക്കുക വായിക്കുമ്പോൾ എളുപ്പമായി തോന്നും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന്. അതുപോലെ അവരുടെ കെമിസ്ട്രിയും. വളരെ ചുരുക്കം ചട്ടക്കാർക്ക് മാത്രമേ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുകയുള്ളൂ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. പലർക്കും അറിയുമായിരിക്കും പാറശ്ശേരി മോഹനൻ എന്നറിയപ്പെടുന്ന മോഹൻദാസേട്ടനെ. ആനക്കാരിലെ ചാണക്യനെന്ന് വിശേഷിപ്പിക്കുന്ന ചാമിയിൽ നിന്നും ചട്ടങ്ങൾ പഠിച്ചു. കൂടാതെ ചാമിയാശാൻ മോഹനേട്ടന്റെ അമ്മാവൻ കൂടിയാണ്. പുതിയ തലമുറയിലെ ചട്ടക്കാർ ഇദ്ദേഹത്തെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആഴ്ചയിൽ ഒരാന, പിന്നീട് മറ്റൊരാന. ഇത്തരത്തിൽ മാറുന്ന പ്രവണതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെങ്ങനെയാണ് ആനക്കാര്യങ്ങൾ ശരിയാകുന്നത്? അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നീണ്ടകാല കൂട്ടുകെട്ടിന്റെ അവകാശികളിൽ ചുരുക്കം ചിലർ. അതിൽ ഒരു കൂട്ടുകെട്ടായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരൻ മോഹനേട്ടൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ആനയെ അറിയുന്നവനായിരിക്കണം യഥാർത്ഥ ചട്ടക്കാരൻ, മറിച്ച് പാപ്പാനെ അറിയുന്നവനായിരിക്കണം ആനയും. എന്നാൽ മാത്രമാണ് ബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും അത് സാധിച്ചു. അതുകൊണ്ട്